കുടുംബത്തിലൊരു സുലേഖ ഉണ്ടായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞു പോയ വീട്ടിൽ 2 സുലേഖ ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു സുലേഖയാണല്ലോ. പിന്നെ ഞാൻ ടൂറ് പോയപ്പോൾ ഞാനൊരു സുലേഖയെ കണ്ടിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് സുലേഖ ഉണ്ടായിരുന്നു. ഈ സുലേഖമാർക്കൊന്നും ഹസ്ബൻഡ്സ് ഇല്ല. ഹലോ ഹാഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായി സ്വാഗതം. അപ്പോൾ ഞാൻ ഈ ഇട്ടിരിക്കുന്ന നമ്മൾ തന്നെ ഡ്രസ്സാണ് കേട്ടോ, നമ്മൾ തന്നെ സെയിൽ ചെയ്തിരുന്ന ഡ്രസ്സാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴ് എനിക്ക് പുതിയ സ്റ്റോക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടേ ഞാനിപ്പോൾ എൻ്റെ കയ്യിലത്തെ സ്റ്റോക്കൊക്കെ ഇങ്ങനെ കുറച്ച് പൈസക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഡ്രസ്സ് ഞാൻ മുൻപ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള ഫോൺ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ അവസാനം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഈ ഡ്രസ്സിന് നമുക്ക് 400 റുപ്പീസാണുള്ളത്. ഷിപ്പിംഗ് ചാർജ് 60 രൂപ ഉണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് ഇന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എല്ലാ വിശേഷവും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മളെ ഇന്നുമോള് സായിക്കുട്ടിയൊക്കെ വീട്ടിലുണ്ട്. 2 പേർക്കും ഇന്ന് ക്ലാസ്സൊന്നും ഇല്ല, ഇന്ന് സൺഡേ അല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തൊക്കെ പോയിട്ട് എല്ലാവരും വിശേഷം കാണാം കേട്ടോ. രാവിലെ തന്നെ നമ്മള് ഇന്നുമോള് നല്ല ഡയറി എടുത്തൊക്കെ ചെയ്യണോ. അതൊക്കെ ഈ ഡയറിയിൽ ഇന്നുമോള് ഇപ്പോൾ പുതിയ ഇന്റർവ്യൂവിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഓള് ഫുഡും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, സ്കിൻ കെയർ ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഇന്റർവ്യൂവിന് പോയാൽ ജോലി കിട്ടണ്ടേ. അപ്പോൾ ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ എഴുതിയേക്കാനാണ് തോന്നുന്നു ആള് ഡയറി ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ സ്കിന്ന് നല്ല നന്നായിട്ടുള്ള നല്ല കമന്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നുമോള് ഇപ്പോൾ പുതിയൊരു സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാം പരീക്ഷിച്ചു നോക്കും. കുറേ ഞാൻ പരീക്ഷിക്കണം. അപ്പോൾ ഞാൻ കെമിക്കൽ എന്നൊക്കെ ഇങ്ങോട്ട് കെമിക്കൽ എന്നല്ല, നമ്മൾ അങ്ങനത്തെ ഇതൊന്നും മാറിയിട്ട് ഞാനിപ്പോൾ നാച്ചുറലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് സെർച്ച് ചെയ്തിട്ട് ഞാൻ കണ്ടെത്തിയ കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഉണ്ട് എനിക്ക്. ഞാനങ്ങനെ കണ്ടെത്തി അവസാനം ഇപ്പം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ചുള്ളൊരു സാധനമാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രേക്ഷകർക്കും അത് കാണിച്ചെടുക്കാം അല്ലേ? ഓക്കെ. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വന്നതിന് ശേഷം കേട്ടോ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ഇതൊരു ആയുർവേദിക് പ്രൊഡക്റ്റാണ്. നമ്മൾ ഈ ഫാർമസ്റ്റിക് പ്രൊഡക്ട്സ് പോലത്തെ പെട്ടെന്നുള്ള ഡ്രാസ്റ്റിക് ചേഞ്ച് എന്നല്ല, ഫേസിന് നല്ലൊരു ചേഞ്ച് വരും. കാരണം ഈ ഫ്യൂ വീക്സ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ചേഞ്ച് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഏതാണ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞുതരാം. ഞാൻ യൂസ് ചെയ്തിരുന്നത് സെസ എന്ന് പറയുന്ന ആയുർവേദിക് ബ്രാൻഡിൻ്റെ കുങ്കുമാതി കേസർ സ്കിൻ ബ്രൈറ്റനിങ് ഡേ ക്രീമാണ് കേട്ടോ. ഇതെങ്ങനെ യൂസ് ആക്കാറെന്നുള്ളതും എന്താണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്നുള്ളതും ഒക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പം നമ്മുടെ സെസ ആയുർവേദിക് കുങ്കുമാതി കേസർ സ്കിൻ ബ്രൈറ്റനിങ് ഡേ ക്രീം യൂസ് ചെയ്താലോ. ഇതിന്റെ പാക്കിംഗ് അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതിന് എടുത്ത് പറയേണ്ട കാര്യം സ്മെല്ലാണ് കേട്ടോ. നല്ല അടിപൊളി സ്മെല്ലാണ്. അത് മാത്രമല്ല ഇതിൽ SPF 20 PA+++ അടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിൽ റിയൽ കേസറാണ് കേട്ടുള്ളത്. അത് നമ്മൾ സൺ ഡാമേജിൽ നിന്ന് രക്ഷപ്പെടുത്താനും സ്കിന്ന് പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ളതും പിന്നെ ആയുർവേദിക് ഡേ ക്രീം ആയ കാരണം തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റും ചെയ്യും, എല്ലാ സ്കിൻ ടൈപ്പിനും സേഫും ആണ് കേട്ടോ. ഇപ്പം എൻ്റെ സ്കിന്നുണ്ടാകുന്ന പിമ്പിൾസും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഈ ക്രീം ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെന്റേഷൻ, ഫൈൻ ലൈൻസ് അതൊക്കെ പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഒരു സ്കിന്നിന് ഫ്ലോലെസ് സ്കിന്നാക്കി വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഈ ഒരു ക്രീമിൽ കുങ്കുമാതി തൈലം, കേസർ, സാൻഡൽവുഡ് ആൻഡ് മഞ്ചിഷ്ട, ലോട്ടസ് ഇതൊക്കെ ഉള്ള കാരണം കൊണ്ട് തന്നെ സ്കിന്നിനെ നൊറിഷ് ചെയ്യാൻ വേണ്ടിയും ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കിയാണെന്നുണ്ടെങ്കിൽ ഇതിനാവശ്യമായിട്ടുള്ള കൂപ്പൺ കോഡും പ്രൊഡക്റ്റ് പർച്ചേസ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇവരെ ബ്രാൻഡ് വെബ്സൈറ്റിൽ കയറി മേടിക്കുന്നുണ്ടെങ്കിൽ സെസ സ്കിൻ റേഞ്ചിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ മേടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മളെ കുറച്ച് കോൺ നന്നാക്കാൻ പോവാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ വീട്ടിട്ട് ജോലികളൊക്കെ കഴിച്ചു വെച്ചിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റു. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇച്ചിരി വൈകിട്ടാണ് നീക്കാറുണ്ടായിരുന്നത് എനിക്ക്. അപ്പം നേരത്തെ നീക്കാൻ ഇന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ച് രാവിലെ ഒരു 5 മണിക്കാണ് എഴുന്നേറ്റു. അപ്പം 5 മണിക്ക് എഴുന്നേറ്റപ്പോൾ ഇപ്പം ഒരു 10 മണിയായപ്പോഴും എനിക്ക് കുറേ സമയമുണ്ട്. മറ്റേത് ഇങ്ങനെ പെട്ടെന്ന് രാവിലെ നീക്കാനേ മടി പിടിച്ചിട്ടേ നീക്കൂല. അപ്പം 5 മണിക്ക് നീട്ടിയ കാരണം കൊണ്ട് ഇതൊക്കെ ഒരുപാട് സമയമുണ്ട്. എൻ്റെ ചോറും കറിയും വെക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് ചോളൊക്കെ നന്നാക്കിയിട്ട് ചോളം ശരിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മളൊരു ബ്ലൗസ് ഇടാണ്. ഞാൻ ബ്ലൗസ് ഇടാതെ ജോലി ചെയ്താൽ ശരിയാവില്ലല്ലോ. നമ്മളെ ചാനലിൻ്റെ ആ ഒരു സാധനം തന്നെ നമ്മളെ ഈ ഗ്ലൗസ് അല്ലേ. അപ്പോൾ ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചോളം വൃത്തിയാക്കി എടുക്കാം. ഇവിടെ
വരുന്നവരെല്ലാവരും ചോദിക്കുവേ നമ്മൾ ഈ വേസ്റ്റ് ഒക്കെ എന്താണ് ചെയ്യാന്ന് ചോദിക്കും. ഇവിടെ വേസ്റ്റ് മറ്റേ ഡിസ്പോസ് ചെയ്യാൻ നല്ല സുഖമാണ് കേട്ടോ. നമ്മളെല്ലാം വേസ്റ്റ് ഒക്കെ പ്ലാസ്റ്റിക് വേസ്റ്റ്, ഫുഡ് വേസ്റ്റ് എന്ന് 2 തരത്തിൽ തരംതിരിക്കണം. പിന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക്, ഉള്ളിത്തോല്, മുട്ടത്തോല് മാതിരി ഇപ്പൊ ഈ കോണിന്റെ തോല് ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മളൊരു പ്ലാസ്റ്റിക് കവറിൽ നല്ലവണ്ണം കെട്ടി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ബിന്നുണ്ട്, ഒരു ഡ്രം ഉണ്ട്, അതിനുള്ളിൽ ഇട്ട് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ വേസ്റ്റ് ഒക്കെ ഡിസ്പോസ് ചെയ്യാൻ നല്ല സുഖമാണ്. വേസ്റ്റ് കൊണ്ട് ഒരു പ്രശ്നമില്ല. അങ്ങനെ അപ്പൊ നമുക്ക് ഇനി കോണൊന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ആപ്പിളും സ്വീറ്റ് കോണും കൂടി മിക്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് പൊടികളും ചേർത്തില്ല. ഉപ്പിട്ടാൽ നന്നാവോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കുരുമുളക് പൊടി ഇട്ടാൽ നന്നാവോ എന്ന്. പക്ഷേ അതിൻ്റെ ടേസ്റ്റിന് എന്തെങ്കിലും പറ്റിയെന്നുള്ള പേടി കൊണ്ട് ഞാൻ ഇട്ടില്ല. പക്ഷെ ബട്ടർ ഇട്ടാൽ നന്നാവുമായിരുന്നു. പക്ഷെ നമ്മളെ കയ്യിൽ ബട്ടർ ഇല്ല ഗായ്സ്. ആദ്യമായിട്ടാണ് എൻ്റെ ഫ്രിഡ്ജിൽ ബട്ടർ ഇല്ലാതാവുന്നത്. ബട്ടറും നെയ്യും ഫ്രിഡ്ജിൽ എപ്പോഴും അൽഹംദുലില്ലാ ഇതുവരെ ഉണ്ടാവാറുണ്ട്. ഇന്നത് കഴിഞ്ഞിട്ട് അപ്പം അങ്ങനെ ഇത് കഴിച്ചോക്കട്ടെ കേട്ടോ. കഴിക്കാം, അടിപൊളി, അങ്ങനെയൊന്നുമില്ല. ആപ്പിളും പിന്നെ സ്വീറ്റ് കോണും അതന്നെ. പിന്നെ എൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ എൻ്റെ ഇന്നമോൾ പറയും നമുക്ക് എന്ത് കൊടുത്താലും അമ്മ കഴിക്കുന്നു. ഈ പറഞ്ഞ പോലെ കുറച്ച് ഹെൽത്തി ആണെന്ന് തോന്നുന്ന എന്ത് സാധനം ഞാൻ ടേസ്റ്റ് നോക്കാതെ കഴിക്കണതാണ്. അപ്പോൾ ആപ്പിൾ ഹെൽത്തിയാണ്, സ്വീറ്റ് കോൺ നല്ലതല്ലേ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റേ നോക്കില്ല. ഇത് ഞാൻ ഇങ്ങനത്തെ സാധനം കഴിക്കുമ്പോൾ ഓക്കെ ശരീരത്തിന് അകത്തേക്ക് എത്തുമ്പോൾ എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുന്നില്ല. ചിന്ത വരുമ്പോൾ തന്നെ എനിക്ക് എന്തും കഴിക്കാൻ തോന്നും. കുഴപ്പമില്ല, ടേസ്റ്റ് ഒന്നും എൻ്റെ വിഷയമല്ല. പക്ഷെ ഇത് അടിപൊളിയാണ് കേട്ടോ, രസമുണ്ട്. നമ്മൾ ഈ സ്വീറ്റ് കോണേ നമ്മൾ ചൂടോർക്കുന്ന ഇത് കിട്ടപ്പം ആപ്പിളും ഒന്ന് വെന്ത പോലെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും ഈ സ്വീറ്റ് കോണിക്ക് ആപ്പിളിൻ്റെ ആ ഫ്ലേവറും കൂടി ചേർന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എനിക്കറിയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഒരാൾ പനിയും ജലദോഷമൊക്കെ മാറിയിട്ട് കളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. കളിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ആളെ കണ്ട് കിട്ടുന്നില്ല. എവിടേക്കാണ് ഇപ്പോൾ ഇത്ര വലിയ ധൃതിയിൽ പോണ്? അസുഖമൊക്കെ മുഴുവൻ മാറിയില്ലേ? ആളുടെ പനിയൊക്കെ നല്ലപോലെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വീട്ടിൽ തന്നെ ഇരിക്കുക. പനി മാറിയപ്പോൾ ആൾക്ക് പുറത്തേക്ക് പോകാൻ ഉഷാറില്ല. അപ്പോൾ ഞാൻ ഓടിച്ചുവിട്ടു, പുറത്ത് പോയിട്ട് കുട്ടികളെ കൂടെ കളിച്ചോട് പറഞ്ഞു. അപ്പോൾ അവനെ പയ്യൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഏകദേശം ഞാൻ കഴിച്ചിട്ട് കുറച്ചുകൂടി അവിടെ ഇരിക്കുന്നുണ്ട്. കുറച്ചുകൂടിയും കഴിക്കാനുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ഭയങ്കരമായിട്ട് വയറ് നിറഞ്ഞു. ഇനി നമുക്ക് നമ്മളെ തമ്പനെയിലത്തെ വിഷയത്തേക്ക് പോവുക കേട്ടോ. അതായത് എൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ പേര് സുലൈഖ എന്നുള്ളതാണ്. അപ്പോഴേ ഇതിൻ്റെ ഒരു സംശയമാണ് കേട്ടോ. ഇതിങ്ങനെയാണ് അങ്ങനെയൊന്നുമല്ല പറയണത്. അതായത് അയ്യോ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ട് നീട്ടുന്നില്ല. അതായത് ഈ സുലൈഖ എന്നുള്ള പേരുള്ള ആൾക്കാർക്ക് ഞാൻ കണ്ടെടുത്തോളം ഇപ്പം ഞാൻ എൻ്റെ കുടുംബത്തിലൊരു സുലൈഖ ഉണ്ടായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞു പോയ വീട്ടിൽ 2 സുലൈഖ ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു സുലൈഖ ആണല്ലോ. പിന്നെ ഞാൻ ടൂറ് പോയപ്പോൾ ഞാനൊരു സുലൈഖാരെ കണ്ടിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് സുലൈഖ ഉണ്ടായിരുന്നു. ഈ സുലൈഖമാർക്കൊന്നും ഹസ്ബൻഡ്സ് ഇല്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. ഹസ്ബൻഡ് ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം കഴിച്ചിട്ട് ഫസ്റ്റ് മാരേജ് എങ്ങനെ ഡിവോഴ്സ് ആയിട്ടുണ്ടാവും. ഇനി ഫസ്റ്റ് മാരേജ് ഡിവോഴ്സ് ആയിട്ട് സെക്കൻഡ് മാരേജ് കഴിച്ചിട്ട് കല്യാണം കഴിച്ചിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു സുലൈഖാനെ എനിക്കറിയാം. ബാക്കി സുലൈഖമാർക്കൊന്നും നിലവിൽ ഹസ്ബൻഡ്സ് ഇല്ല. നിലവിൽ ഹസ്ബൻഡ് ഇല്ല. അവർക്ക് കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് കല്യാണത്തിൻ്റെ ആ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് ഡിവോഴ്സ് ആയ ആളുകളായിരിക്കും. പിന്നീട് അവർ രണ്ടാമത് കല്യാണം കഴിച്ചിട്ട് നന്നായത് ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അല്ലാതെ ഈ സുലൈഖ എന്നുള്ള പേരുള്ളവർക്കൊന്നും എൻ്റെ അറിവിൽ, ഇത് എൻ്റെ ഒരു കുഞ്ഞറിവാണ് ഞാൻ പറയണത്. എനിക്കൊരു 1 2 3 4 5 ഞാനടക്കം 7 സുലൈഖ എന്നറിയാം. ഈ 7 സുലൈഖമാർക്കും ഹസ്ബൻഡ്സ് ഇല്ല കേട്ടോ. അപ്പോൾ ആദ്യത്തെ കല്യാണം അവരെ ഫ്ലോപ്പാണ് ആദ്യത്തെ കല്യാണം. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇനി എൻ്റെ സംശയത്തിൽ കുറേ കാലമായിട്ട് ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നതായിരുന്നു കേട്ടോ. കുറേ കാലമായിട്ട് ചോദിക്കണം. നിങ്ങൾക്ക് ചോദിച്ചാൽ ഇത് ശരിയാവോ, എന്താണ് ഇതിൻ്റെ കമൻറ്റ് വരിക, അതൊന്നും അറിയാത്ത കാരണം കൊണ്ടാണ് ചോദിക്കാറുണ്ട്. പിന്നെ അവസാനം ഞാൻ
ടൂറ് പോയപ്പോൾ ഒരു സുലൈഖാനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടോ എന്നാൽ പിന്നെ നമുക്ക് നിങ്ങൾ കുറേ പേരുണ്ടല്ലോ ചോദിക്കാൻ, അപ്പോൾ കുറേ പേരുടെ ഉത്തരങ്ങൾ അറിയാലോ. നിങ്ങൾ ആരെങ്കിലും പരിചയത്തിലുള്ള ഏതെങ്കിലും സുലൈഖമാർ ഇതുപോലെ ആദ്യത്തെ കല്യാണം തന്നെ കഴിച്ചിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ അതും കമൻറ്റ് ചെയ്യുകൊണ്ടു. ഇനി ഹസ്ബൻഡ്സ് ഇല്ലാത്ത സുലൈഖ എന്ന് പേരുള്ള ആരെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അറിയുമെന്നുണ്ടെങ്കിൽ ഇതും കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് എനിക്ക് അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ഇനി എൻ്റെ പേരാണോ പ്രശ്നം എൻ്റെ പേരാണോ പ്രശ്നം എന്നുള്ളത് എനിക്കറിയില്ലല്ലോ. ഇനി ഈ പേരൊരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഈ മറ്റേ നമ്മൾ ചില ഫിലിം സ്റ്റാർസൊക്കെ അവരെ നക്ഷത്രത്തിന് ഈ പേര് ചേരൂല എന്നൊക്കെ പറഞ്ഞിട്ട് പേര് മാറ്റിയിട്ട് ഭാഗ്യം കൊണ്ടുവരാനും പേര് മാറ്റുന്ന അങ്ങനെ ഫിലിം സ്റ്റാർസൊക്കെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഈ ഒരു കാര്യം തമാശ മട്ടിലിൻ്റെ ഏതൊരു ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ പറയുന്നുണ്ട്, അന്ന് നീ ഒരു കാര്യം ചെയ്യ്, പേര് മാറ്റാൻ ഇവിടെ അപേക്ഷ കൊടുക്കുമല്ലോ, എന്ന പോലെ പേരൊക്കെ ഒന്ന് മാറ്റി വെക്കുക, അപ്പോൾ ജീവിതം ശരിയാവുമോ എന്ന് നോക്കി നോക്ക് എന്നുള്ളതൊക്കെ. ഇതൊരു അന്ധവിശ്വാസം പോലെ പറയുന്നല്ലോ, ഞാൻ അങ്ങനെ വലിയ അന്ധവിശ്വാസിയൊന്നും അല്ല കേട്ടോ. പക്ഷേ ഇതൊരു ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്നുള്ളതൊക്കെ കുറച്ച് കാലമായിട്ട് ഡൗട്ട് ഉണ്ട്. ഇങ്ങനെ ഈ പേരിട്ടാൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ ഈ പേരുള്ളവർക്ക് ഈ പ്രശ്നം, ഇനി ഈ പേരില്ലാത്തവർക്കും ഈ പ്രശ്നമുണ്ട്, അത് വേറെ കാര്യം, ഞാൻ അതല്ല പറയുന്നത്. പക്ഷെ ഇപ്പം സുലൈഖ എന്നുള്ള ഈ ഒരു പേരുള്ള ആൾക്കാർക്ക്, ഞാൻ അറിയുന്ന ആൾക്കാർക്ക് മൊത്തം അവർ ഫസ്റ്റ് മാരേജ് ഫ്ലോപ്പാണ്. അവർക്ക് ഞാൻ അറിയുന്ന 6 സുലൈഖമാർക്കും നിലവിൽ ഹസ്ബൻഡ്സ് ഇല്ല. അത് വല്ലാത്തൊരു അത്ഭുതമാണ് കേട്ടോ. ഞാൻ അങ്ങനത്തെ വല്ല ഇനിയിപ്പോൾ ഈ വേറെ പേരിട്ടവർക്കും ജീവിതത്തിൽ പ്രശ്നമുണ്ട്. പക്ഷേ ഈ സുലൈഖ എന്നുള്ള പേരിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് അറിയാൻ എനിക്ക് ഭയങ്കര ആകാംക്ഷയുണ്ട്. നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന സുലൈഖമാരൊക്കെ ഒന്നും കമൻ്റ് ഇടുകൊണ്ടു. ഇനി നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ വേറെല്ലാവർക്കും അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്ത് അഭിപ്രായമാണെന്നുണ്ടെങ്കിലും എന്നെ തെറി മാത്രം വിളിക്കില്ലേ, കാരണം ഇത് എൻ്റെ പൊട്ടത്തരായിരിക്കും ചിലപ്പോൾ ഞാൻ ചോദിക്കുന്നത്. അതൊന്നും ഒരു പൊട്ടത്തരത്തില്ല പോലെ നിങ്ങൾ കമൻ്റ് ഇട്ടോളിയും, അത് വിഷയമല്ല. പക്ഷേ നിങ്ങളറിവിൽ ഏതെങ്കിലും സുലൈഖ നല്ലപോലെ ജീവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതറിയാൻ നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാമല്ലോ, ഓക്കെ, അപ്പോൾ എൻ്റെ പേരല്ല പ്രശ്നം, അത് ഈ ഒരു പേര് കൊണ്ടല്ല പ്രശ്നം. അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആളുകളെ പേര് കാണുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു തെറ്റിദ്ധാരണ പോവുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ ഇങ്ങനത്തത് ചോദിക്കുന്നത് കേട്ടോ. അങ്ങനെ അപ്പോൾ നിങ്ങളെല്ലാവരും കമൻ്റ് ഇടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഷുഗർ കട്ടായ കാരണം കൊണ്ട് ഈ ഹൽവ ഇങ്ങനെ ഇരിക്കുക. താഴെ കുട്ടികളെ ബഹളം കേൾക്കാണ്ട്. ഇവന്മാരും ഹൽവ കഴിക്കോ ചോദിച്ചു നോക്കട്ടെ. എടാ നോക്കടാ, തുറക്ക്, ലേറ്റ് ഉണ്ട്, അത് തുറക്ക്. ഞാൻ ഹൽവ എടുക്ക്, അത് ഇഷ്ടപ്പെട്ടാൽ ഇന്ന് കൊടുക്കാം. ഞാൻ ഈ ഷുഗർ കട്ടായ കാരണം കൊണ്ടേ ഞാൻ കഴിക്കുന്നില്ല, അതാ പ്രശ്നേ. അങ്ങനെ കിട്ടും. എന്താ അത് സൈക്കിൾ ഞാൻ വിൽക്കേണ്ട ആവശ്യമില്ല, വാങ്ങിച്ചു തരും, അത് പ്രശ്നമൊന്നുമില്ല. നമ്മളെ എൻ്റെ മോൾ കുറേ വത്തൊക്കെ മുറിച്ചിട്ട് വരുന്നുണ്ട്. ഇത് ഇപ്പോൾ ഹെൽത്തി ഫുഡൊക്കെയാണ് ആൾ കഴിക്കാറുള്ളൂ. നമ്മൾ പഞ്ചസാരൊക്കെ ഇപ്പോഴും മധുരം കഴിക്കാൻ പൂതിയാകുമ്പോൾ ഫ്രൂട്ട്സ് കഴിക്കും. അത് നന്നായിട്ടുണ്ട്. അധികം തൊലി ചെത്തിയവർക്ക് വലിയ അതെ പണിയെടുക്കാൻ വയ്യ, മടിയുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ തൊലും ചെത്തിയില്ല. ഞാനിപ്പോൾ തൊലൊക്കെ ചെത്തി ഏതാപ്പ കഴിക്കല്. കാണിച്ചാൽ നിന്റെ മുടിയുമ്പോൾ റെഡ് കളർ ഒന്ന് കാണിച്ചാ കണ്ടോ, ഒരുപാട് മുടി റെഡ് കളർ കഴിക്കണമൊക്കെ. ഞാനിത് അവളുടെ മുടി വേറൊരു ബ്രൗൺ കളറല്ലായിരുന്നോ, ഇത് ഞാൻ അവൾക്ക് ഹെന്ന ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. ഹെന്ന ചെയ്ത് കൊടുത്ത് കാണിച്ചു നോക്കട്ടെ, തിരിഞ്ഞാൽ വേറെ രസമുണ്ട് കാണാൻ. ഈ ഹെന്ന എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇവൾക്ക് ഹെന്ന ചെയ്തിരുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായത്. അപ്പം നമുക്ക് വീട്ടിലെങ്ങനെ ഹെന്ന ഉണ്ടാക്കാൻ നോക്കാം. ഇത് ബഞ്ചാരാസിൻ്റെ ഹെന്ന പൗഡറാണ്. ഇതിൻ്റെ ഉള്ളിൽ നെല്ലിക്ക, ഉലുവ, ആംലൻ്റെ നെല്ലിക്ക കേട്ടോ, ചെമ്പരത്തി, അങ്ങനെ കുറേ സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മൈലാഞ്ചിൻ്റെ പൗഡറാണ്. അതിലേക്ക് നമ്മൾ തൈര് ചേർക്കണം, പിന്നെ നമ്മൾ കുറച്ച് ചെറുനാരങ്ങ നീരും ചേർക്കണം കേട്ടോ. പിന്നെ ഇത് ചായപ്പൊടി കാപ്പിപ്പൊടിയും സമം ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ആറ്റിയ വെള്ളമാണ്. തിളച്ച വെള്ളം ഉടനെ ചേർക്കരുത്, മൈലാഞ്ചി കട്ട പിടിച്ച് പോകും കേട്ടോ. പിന്നെ നമ്മൾ ചപ്പാത്തി കുഴക്കാൻ ഉപയോഗിക്കുന്ന ഈ സംഭവമല്ലേ, ഇത് ഉപയോഗിച്ച് നന്നായിട്ട്
ഇളക്കി പിന്നെ കുറച്ച് എണ്ണ ഒഴിക്കാം, പിന്നെ മുട്ട ഒഴിക്കാം. ഇത് നമ്മൾ തലേ ദിവസം രാത്രിയാണ് ശരിക്കും ഉണ്ടാക്കി വെക്കുന്നത്. ഞാൻ പക്ഷേ പകലാണ് ഉണ്ടാക്കിയത്, ഇതൊക്കെ സമയമെല്ലാം എന്നിട്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ അയൺ ടാബ്ലറ്റ് ആണ്, അയൺ ടാബ്ലറ്റ് പൊടിച്ചിട്ട് ചേർത്തതാണ്. ഞാൻ അയൺ ടാബ്ലറ്റ് നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഒരു ഇരുമ്പണിയൊക്കെ ഇട്ട് വെച്ചാൽ മതി, തലേ ദിവസം രാത്രി ചെയ്തു വെച്ചാൽ മതി. ഇത് ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്താണ് കേട്ടോ. ആ കറുത്ത കുത്ത് കാണുന്നുണ്ടല്ലോ, അത് അയൺ ഗുളിക ഇട്ടതിൻ്റെയാണ്. പിന്നെ ഗ്ലൗസ് മസ്റ്റായിട്ട് ഇടണം, കാരണം നമ്മുടെ കൈ ചുവക്കും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ മുടി കണ്ടോ, ഈ ഒരു ചെമ്പൻ കളറാണ്. അവർക്ക് മുടി കളർ ചെയ്തിട്ടേ ചെറുതായിട്ട് മുടി ഡാമേജ് ആവണ പോലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഹെന്ന ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ നടുവിന് മുതലാണ് തുടങ്ങേണ്ടത്. ഓരോ മുടി ഇടുമ്പോഴും നമ്മൾ ഈ ഹെന്ന എത്തണം, അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പം നമ്മളിത് ഗ്ലൗസൊക്കെ ഇട്ടിട്ട് നമ്മൾ ആദ്യം സെൻറ്ററിലത്തെ ഒരു പോർഷൻ വന്നാണ് ഈ ഹെന്ന ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഹെന്ന ഞാൻ പറഞ്ഞില്ലേ, ഹെന്നൻ്റെ പേസ്റ്റ് നമ്മൾ തലേ ദിവസം രാത്രി ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മളത് ഉപയോഗിക്കേണ്ടത്. അങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത്. ഇത് ഞാൻ രാവിലെ ഒരു 6-7 മണിക്ക് ഉണ്ടാക്കിയിട്ട് ഒരു 8-9 മണിക്കാണ് ഇന്നുമ്പോൾ തലമേ തേക്കുന്നത് കേട്ടോ. അങ്ങനെ ഇപ്പം നമ്മളിതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ നടുവിന്ന് ഹെയർ എടുത്തിട്ട് ഇങ്ങനെ വട്ടം ചുറ്റി വരണം. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ബ്യൂട്ടീഷ്യൻ്റെ ഈ ജോലികളുണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭാവിയിൽ ഞാൻ കുറച്ച് ഫ്രീ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഒന്നുകൂടെ ഒക്കെ പഠിച്ച് എനിക്കൊരു ഷോപ്പ് ഇടണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. അതാണ് എൻ്റെ കറക്റ്റ്. എനിക്ക് ആദ്യം മുതലേ ഇഷ്ടമുള്ള ജോലിയാണ് ഈ ബ്യൂട്ടീഷ്യൻ്റെ ഒരു ജോലി കേട്ടോ. ഫേഷ്യൽ ചെയ്യുക, ത്രെഡ് ചെയ്യുക, ഹെന്ന ചെയ്യുക, വാക്സ് ചെയ്യുക. ഇത് ഞാൻ ശരിക്കും യൂട്യൂബിൽ നമ്മൾ സമയം കളയാൻ എന്തെങ്കിലും വീഡിയോ കാണൂലേ, ഞാനിങ്ങനത്തെ ഈ ബ്യൂട്ടീഷ്യൻ ചെയ്യുന്ന ഓരോ ജോലികളാണ് ഞാൻ കാണുക. മേക്കപ്പ് എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, പക്ഷെ അത് പഠിച്ചാൽ പഠിയാവുന്ന പ്രശ്നം തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ ബ്യൂട്ടീഷ്യൻ കോഴ്സ്, ബ്യൂട്ടീഷ്യൻ ജോലി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇതിൻ്റെ മുകളിൽ തല ഫുള്ളായിട്ട് നമ്മളിതുപോലെ ചുറ്റി വെച്ചു. പിന്നെ നമ്മൾ അടുക്കളത്തെ സിങ്കിൽ നിന്നാണ് കേട്ടോ കഴുകിയത്. ബാത്റൂമിൽ തൊട്ട് കഴുകിയിട്ടുണ്ടെങ്കിലേ ഓള് ചുമരുമ്പൊക്കെ തെറിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓളെ തല നമ്മൾ സിങ്കിൽ നിന്ന് നന്നായിട്ട് കഴുകി കൊടുത്ത് ഉണക്കിയെടുത്തു. ഹെന്ന ചെയ്യുമ്പോഴേ നമുക്ക് മുടി കൊഴിച്ചിൽ, മുടി പൊട്ടൽ ഉണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ. മാസത്തിൽ ഒരിക്കലും ഹെന്ന ചെയ്യണത് വളരെ നല്ലതാണ്. പാർലറിൽ പോയി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഹെന്ന ചെയ്ത വിശേഷം കണ്ടില്ലേ, ഇത് വാട്ടർമെലൻ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഞാൻ വേഗം പോയിട്ട് ജോയിൻ ചെയ്യട്ടെ. സായിക്കുട്ടി വാങ്ങാൻ ചേടാ, ഇന്ന് സായിക്കുട്ടിയുടെ മുഖത്ത് ശരിക്കും വിഷമം കേട്ടോ. എന്തും കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് ഈ കുട്ടിയുടെ മുഖത്ത് എന്തൊരു സങ്കടം. ഇന്ന് നല്ല സങ്കടമുണ്ട്, കാരണം സായിക്കുട്ടി സ്കൂളിലേക്ക് പോയിട്ട് കുറേ ദിവസമായി. വ്യാഴാഴ്ച കഴിഞ്ഞ വ്യാഴം വെള്ളി ഓൻ സ്കൂളിൽ ലീവ് എടുത്തു. പിന്നെ ശനി ഞാൻ സ്വാഭാവികമായിട്ട് ഓൻ്റെ സ്കൂളില്ല. പിന്നെ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ഓൻ്റെ സ്കൂള് ശാസ്ത്രമേള ആയ കാരണം കൊണ്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ ശനി ഞായറും. അപ്പോൾ ഇത്രയും ദിവസം ആൾ സ്കൂളിലേക്ക് പോയിട്ടില്ല. പിന്നെ ആൾക്ക് നല്ല പനി ചുമ ഉണ്ടാവും ചെയ്തിരുന്നു. അപ്പോൾ അത്രയും ദിവസം സ്കൂളിൽ ഇല്ലാതിരുന്നത് ഏകദേശം ഒരു ഉർവശിശാപം ഉപകാരം പറഞ്ഞ പോലെ ആവും ചെയ്തു. ഇനിയിപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് 10-12 ദിവസത്തെ അവധിക്ക് ശേഷം സായിക്കുട്ടി സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്താ സായിക്കുട്ടിക്ക് പറയാനുള്ളത്? ഒന്നുമില്ല, അവൻ സ്കൂളിൽ പോകാൻ റെഡിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. നമ്മളിനി അടുത്ത നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് ഉടനെ വരുന്ന വേഗം വാട്ടർമെലൻ കഴിക്കാൻ മുട്ടന്മാരെല്ലാവരും ഇപ്പോൾ തീർക്കും. അല്ലെങ്കിൽ അടുത്ത് നമ്മുടെ വിശേഷം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മീഷോന്ന് കുറേ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീഷോൻ്റെ ഡ്രസ്സിൻ്റെ ആ ഒരു മീഷോ ഡ്രസ് ഹോളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനല്ലേ, HAUL അത് ആണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് മീഷോൻ്റെ ഡ്രസ്സുകൾ കാണുന്ന ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ഇടി കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷമായിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.